അങ്ങനെ നമ്മൾ ഇന്നലെ കണ്ട ആ ഒരു പ്രൊമോയിലെ രംഗങ്ങൾ ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതായത് ലാലേട്ടൻ കൊടുത്ത ആ ടാസ്ക്, ആ ഓടുന്ന ടാസ്ക്, ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ട് കൊടുക്കുന്നത്, ആ ടാസ്കിൻ്റെ പേരിലാണ് ഇപ്പോൾ പൂജയ്ക്ക് ആ ഒരു ബാക്ക് പെയിൻ തുടങ്ങിയിരിക്കുന്നത്. അപ്പം പൂജയ്ക്ക് ഇത് ഇന്നലെ തുടങ്ങിയൊന്നുമല്ല, മുമ്പ് പണ്ടേ ഉള്ളതാണ് കേട്ടോ. അപ്പം ആ ഒരു ട്രീറ്റ്മെൻറ്റിൽ നടന്നുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഡോക്ടറൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പോലും ഇങ്ങനെ ഓടരുതെന്ന്. പക്ഷേ ഇവിടെ ഓടേണ്ടി വന്ന ടാസ്കിൽ ഓടാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിൻ്റെ പേരിലാണ് വീണ്ടും വന്നത്. അപ്പോൾ പൂജ പറയുന്നത്, ഞാൻ ഇവിടെ വരുമ്പോൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് ഈ ഒരു അസുഖം എനിക്ക് വീണ്ടും വരല്ലേ എന്നായിരുന്നു എന്ന്. മാത്രമല്ല പൂജ പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇങ്ങനൊരു അസുഖം തനിക്കുണ്ടെന്ന് ഇവിടെ ആർക്കും പറഞ്ഞിട്ടില്ല, അതായത് ബിഗ് ബോസ് ടീമിനോട് പറഞ്ഞിട്ടില്ല. അപ്പോൾ അത് പറയാത്തത് കൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഇനി അഥവാ ഇപ്പം വീട്ടിന് പുറത്തേക്ക് പോയാലും പൂജ വരാനുള്ള ചാൻസ് കുറവാണ്. കാര്യം ഇങ്ങനൊരു ഹിസ്റ്ററി നമ്മൾ എന്തായാലും ചോദിക്കുന്നത്, മെഡിക്കൽ കണ്ടീഷൻ ഉണ്ടോ എന്നൊക്കെ ചോദിക്കും. അപ്പം ഈ ഒരു കാര്യം പൂജ ഒളിപ്പിച്ച് വെച്ചിരുന്നു എന്നാണ് പൂജ ഇപ്പോൾ പറയുന്നത്. കാര്യം തനിക്കിനി വരില്ല എന്നുള്ള പ്രതീക്ഷ, വരില്ലേ എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പം എന്തായാലും ബിഗ് ബോസ് എന്ന ഷോയിൽ ഒരുപാട് ടാസ്കുകളൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ അത് ചെയ്യാനുള്ള കഴിവ് എനിക്ക് തോന്നുന്നില്ല പൂജയ്ക്ക് ഉണ്ടെന്ന്. കാരണം പൂജയ്ക്ക് അതിന് റെസ്റ്റ് വേണം. പലരുടെ ബോഡി ടൈപ്പ് പല ടൈപ്പാണല്ലേ. അപ്പം എന്തെങ്കിലും ഒരു പ്രശ്നമുള്ളവർക്ക് അങ്ങനത്തെ ഗെയിം ചെയ്യാൻ പറ്റില്ല. അപ്പം എനിക്ക് തോന്നുന്നു പൂജയ്ക്ക് ഇപ്പോൾ ഈ ഒരു റെസ്റ്റിന് വേണ്ടി പുറത്തേക്ക് പോയാലും പിന്നീട് തിരിച്ചു വരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, അങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ. കാര്യം ഇത് പൂജയ്ക്ക് ഇപ്പോൾ ഒരു പെട്ടെന്നുണ്ടായ ഒരു കാര്യമല്ല, പൂജയ്ക്ക് അങ്ങനെ ഒരു കാര്യം ഉണ്ടാവുന്നതാണെന്ന് പൂജ ഇപ്പോൾ പറഞ്ഞു. എന്തായാലും പൂജ വലിയൊരു വിഷമത്തിലാണ്. അതിനോടൊപ്പം തന്നെ നമ്മുടെ സിബിൻ പറയുന്നു, നീ പോയാൽ എങ്ങനെയാണ്, നീ ഇവിടെ ഒരു നല്ലൊരു മത്സരാർത്ഥി ആയിരുന്നു, നീ എങ്ങനെ പോകും, നിനക്കൊരു പ്രശ്നം ഉണ്ടാകത്തില്ല, നീ തിരിച്ചു വരും, നീ വിഷമിക്കാതിരിക്കുക എന്നൊക്കെ പറഞ്ഞ് മനസ്സിന് ധൈര്യം കൊടുക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സിബിൻ പറയുന്നുണ്ട് കേട്ടോ. പക്ഷേ ടോട്ടലി സിബിൻ അവിടെ തളർന്നിരിക്കുകയാണ്. അപ്പം ആകെയുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് പേരൊന്നും ഇല്ല സിബിൻ ഇപ്പോൾ സപ്പോർട്ടായിട്ട്. ഇപ്പം പുറത്തുനിന്ന് വന്നവരെ മാത്രമേ എനിക്ക് തോന്നുന്നു സിബിൻ ഇപ്പോൾ ഒരു വിശ്വാസമുള്ളൂ. അപ്പോൾ ആ കൂട്ടത്തിൽ തന്നെ പൂജയുടെ ഒരു അറ്റാച്ച്മെൻറ്റ് ഉണ്ട്. അപ്പം പൂജ പോയാൽ സിബിൻ ഇനി എന്ത് എന്നുള്ള ചോദ്യം സിബിന് തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് സ്വയം ഒന്ന് ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടും പൂജയെ ഒന്ന് ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടും സിബിൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ എന്തായാലും പൂജയ്ക്ക് വലിയൊരു വിഷമം തന്നെയാണ്. പൂജ പറയുന്നില്ല, എനിക്ക് റെസ്റ്റ് എടുക്കേണ്ടി വരും, എനിക്കിത് വന്ന് എനിക്കറിയാം എൻ്റെ കണ്ടീഷൻ, എനിക്ക് ഇവിടുന്ന് പോകുന്നതിനേക്കാളും വിഷമമെന്ന് പറയുന്നത് വീട്ടിൽ ചെന്നിട്ടും എനിക്ക് ഇത് റെസ്റ്റ് എടുക്കേണ്ടി വരുമല്ലോ എന്ന് ഓർത്തിട്ടാണെന്ന്. രണ്ടാഴ്ചയെങ്കിലും മിനിമം റെസ്റ്റ് എടുക്കേണ്ടി വരും എന്നാണ് പറയുന്നത്. മാത്രമല്ല പഥ്യം നോക്കണം, മെഡിസിൻ കഴിക്കണം, ഇങ്ങനത്തെ പല കാര്യങ്ങളും ഉണ്ടെന്ന് പൂജ പറയുന്നു. അപ്പം പൂജയ്ക്ക് എനിക്ക് തോന്നുന്നു വർഷങ്ങൾ കൊണ്ട് ഇങ്ങനത്തെ പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇതെല്ലാം കൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നില്ല ഒരിക്കലും ഇനി പൂജ തിരിച്ചു വരുമെന്ന്. കാര്യം വീണ്ടും പല ടാസ്കുകൾ ഈ ഒരു ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടാകും. അപ്പം അതൊക്കെ ചെയ്യാനുള്ള പ്രശ്നങ്ങൾ പൂജയ്ക്കുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും നമ്മൾ കണ്ടു തന്നെ അറിയണം എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാതെ രേഖപ്പെടുത്തണം. കൂടുതൽ ലൈവ് അപ്ഡേഷനുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും.